ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുംഭമേളയിലെ തിക്കിലും തിരക്കിലും പെട്ട് നിരവധി പേർക്ക് പരിക്ക് എന്ന വാർത്ത വന്നിരിക്കുന്നത് എല്ലാവരും കണ്ടു കാണും. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് ദൃക്സാക്ഷിയിൽ നിന്ന് തന്നെ അറിയാം. ഇനി പറയാൻ പോകുന്നത് ദൃക്സാക്ഷി പറഞ്ഞ കാര്യങ്ങളാണ്. 2 ബസ്സുകളിലായി 60 പേരുടെ ഒരു ബാച്ചിലാണ് ഞങ്ങൾ വന്നത്. ഞങ്ങൾ 9 പേരായിരുന്നു സംഘത്തിൽ. പെട്ടെന്ന് ആൾക്കൂട്ടത്തിനിടയിൽ തള്ളലുണ്ടായി. ഞങ്ങൾ കുടുങ്ങി. ഞങ്ങളിൽ പലരും താഴെ വീണു. ജനക്കൂട്ടം നിയന്ത്രണാതീതമായി. കർണാടകയിൽ നിന്നുള്ള സരോജിനിയാണ് ഈ കാര്യം പറഞ്ഞത്. ആശുപത്രിക്ക് പുറത്ത് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അവർ. കൂടാതെ രക്ഷപ്പെടാനൊരു സാധ്യതയുമില്ല, എല്ലാ ഭാഗത്തു നിന്നും തള്ളലുണ്ടായിരുന്നു എന്നും യുവതി കൂട്ടിച്ചേർത്തു. മഹാകുംഭത്തിനായി 12 കിലോമീറ്റർ നീളമുള്ള നദീതീരത്ത് സൃഷ്ടിച്ച മറ്റെല്ലാ ഘട്ടിലും സംഗമങ്ങളിലും ഒത്തുചേർന്ന ജനക്കൂട്ടത്തിനിടയിൽ ഇന്ന് പുലർച്ചെയാണ് സംഭവം ഉണ്ടായത്. നഗരത്തിലെ സ്ഥിതിഗതികൾ സാധാരണ നിലയിലായതിനാൽ മൗനി അമാവാസിയിലെ മഹാകുംഭത്തിലെ അമൃതസ്നാൻ ഇപ്പോൾ പുനരാരംഭിക്കാൻ പോവുകയാണ്. സ്ഥിതിഗതികൾ സാധാരണ നിലയിലായിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അമൃതസ്നാൻ പുനരാരംഭിക്കുമെന്ന് അഖാഡ പരിഷത്ത് ഒരു പ്രഖ്യാപനത്തിൽ കൂടി പറഞ്ഞു. 10 മണിക്ക് അത് ചെയ്യുമെന്നും അവർ പ്രഖ്യാപിച്ചു. അഖാഡയിലെ സന്യാസിമാർ മുഖ്യമന്ത്രി യോഗിയുമായി സംസാരിച്ചിട്ടുണ്ട്. മഹാകുംഭത്തിലെ തിക്കിലും തിരക്കിലും പെട്ട് ദർശനക്കാർ തങ്ങളുടെ മൗനി അമാവാസിയുടെ അമൃതസ്നാൻ നിർത്തിയതായി അഖില ഭാരതീയ അഖാഡ പരിഷത്ത് പ്രസിഡന്റ് മഹന്ത് രവീന്ദ്ര പുരി ഇന്ന് രാവിലെ പറഞ്ഞിരുന്നു. രാവിലെ സംഭവിച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ തീരുമാനിച്ചത്. ഈ സംഭവം ഞങ്ങളെ അറിയിച്ചപ്പോൾ ഞങ്ങളുടെ എല്ലാ സന്യാസിമാരും ദർശകരും സ്നാനം പുനരാരംഭിക്കാൻ തയ്യാറായി. അതിനാലാണ് ഞങ്ങൾ സ്നാനം പുനരാരംഭിക്കാൻ പോകുന്നത്. മൗനി അമാവാസിയിലെ അമൃതസ്നാൻ മഹാകുംഭത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആചാരമാണ്. ഏകദേശം 10 കോടി തീർത്ഥാടകർ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വർഷം 144 വർഷത്തിന് ശേഷം ത്രിവേണി സംഗമം, അതായത് ത്രിവേണി योग 144 വർഷത്തിന് ശേഷം നടക്കുന്ന കുംഭമേളയാണ് അങ്ങനെ പറയുന്നത്. ത്രിവേണി യോഗം എന്നുള്ളതിൽ അത് അപൂർവമായിട്ടാണ് നടക്കുന്നത്. ഇത് ദിവസത്തിൻ്റെ ആത്മീയ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. ത്രിവേണി സംഗമം അതായത് ഗംഗ, യമുന, സരസ്വതി നദികളുടെ സംഗമസ്ഥാനമാണ്. ഹിന്ദുക്കൾ ഏറ്റവും പവിത്രമായി കണക്കാക്കുന്ന ഒന്നാണത്. മഹാകുംഭ സമയത്തും പ്രത്യേകിച്ച് മൗനി അമാവാസി പോലുള്ള പ്രത്യേക സ്നാന ദിനങ്ങളിലും അതിൽ മുങ്ങിക്കുളിക്കുന്നത് ആളുകളുടെ പാപങ്ങൾ കഴുകി അവരെ പ്രദാനം ചെയ്യുന്നു എന്ന് വിശ്വസിക്കുന്നു. മോക്ഷം ലഭിക്കുമത്രേ. പ്രയാഗ്രാജിൽ നടക്കുന്ന കുംഭമേളയിലെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥുമായി 4 തവണ ഫോണിൽ സംസാരിച്ചിരുന്നു. അടിയന്തര സഹായ നടപടികൾ സ്വീകരിക്കണമെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. വലിയ ജനക്കൂട്ടത്തെ തുടർന്നുണ്ടായ പ്രശ്നത്തിൽ പരിക്കേറ്റവരെ സെൻട്രൽ ആശുപത്രിയിലേക്ക് മാറ്റി. ആഭ്യന്തരമന്ത്രി അമിത്ഷായും UP മുഖ്യമന്ത്രിക്ക് ഫോൺ ചെയ്തിരുന്നു. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഭക്തരോട് അവരുടെ അടുത്തുള്ള ഘട്ടിൽ കുളിക്കണമെന്നും സംഘമുക്കിൽ പോകാൻ ശ്രമിക്കരുതെന്നും ഭരണകൂടത്തിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും അവരുമായി സഹകരിക്കണമെന്നും അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഗോസിപ്പുകൾ ആരും ശ്രദ്ധിക്കേണ്ടതില്ലെന്നും പറയുന്നു. മൗനി അമാവാസിയിൽ ധാരാളം തീർത്ഥാടകർ പുണ്യസ്നാനത്തിനായി എത്തിയതിനാൽ നടന്നുകൊണ്ടിരുന്ന മഹാകുംഭത്തിനിടയിൽ ഇന്ന് രാവിലെ സംഗമത്തിൽ വെച്ച് തിക്കിലും തിരക്കിലും പെട്ട് നിരവധി അപകടങ്ങൾ ഉണ്ടായതായി അധികൃതർ അറിയിച്ചിരുന്നു. മേളയുടെ സ്പെഷ്യൽ ഡ്യൂട്ടി ഓഫീസർ ആകാൻഷ റാണ പറഞ്ഞതാണ്. ഫോർ വാച്ചിങ്.